ഇതിനെ അയാൾക്ക് തൂക്കിക്കൊല്ലാനുള്ള ഒരു ശിക്ഷ എന്തായാലും നീതി ലഭിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തല്ലിക്കൊല്ലാം. അങ്ങനെയുള്ളതാണ് ഞങ്ങൾ ഘട്ടത്തിൽ നിൽക്കുന്നത്. അതായത് ഇയാളെ പിടികൂടാതിരുന്നാലും ഇനിയും ഇങ്ങനത്തെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നേരത്തെയും എത്ര പേർക്കെന്ന് പറഞ്ഞു ഭീഷണി. ഇയാൾ വടിവാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോഴും അയാളുടെ കയ്യിൽ കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സംഗതി കണ്ടവരെല്ലാവരും ഉള്ളതാണ്. മാനിനെ പോലെ നടന്നാലും അയാളുടെ ഉള്ളിൽ നല്ല ക്രൂരതയുള്ള സ്വഭാവമാണ്. സത്യത്തിൽ അതന്നെയാണ് സംഭവം. ഏതായാലും ഇവിടെ വീട്ടമ്മമാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ മക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വല്ലാത്തൊരു സങ്കട കാഴ്ചയാണ്. അപ്പോൾ ഈ സുധാകരന്റെ മക്കൾക്ക് ഒരു സംരക്ഷണം, സർക്കാരിന്റെ ഒരു സംരക്ഷണം വേണമെന്നുള്ളതാണ് ഈ വീട്ടമ്മമാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഈ മൃതദേഹങ്ങളൊന്നും തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ വീട്ടമ്മമാരൊക്കെ ഉള്ളത്. നിരന്തരം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കാത്തതാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ ഭീഷണിയുള്ളത്. അതായത് സ്ത്രീകളെയാണ് ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത്, നിരന്തരം കൊലപ്പെടുത്തുമെന്ന് പറയുന്നതും ഈ സ്ത്രീകളെയാണ്. അപ്പോൾ അത് വല്ലാത്ത ഭയം ഇവരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രതിയെ പിടികൂടിയാൽ തൂക്കുകയർ പോലുള്ള ശിക്ഷ വേണമെന്നുള്ളതും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനമില്ലാത്ത പക്ഷം ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.